കോൺഫിഡൻസ് ഈസ് ദ ബെസ്റ്റ് ഔട്ട്ഫിറ്റ് എന്ന് രാവിലെ ഒരു കൂട്ടുകാരി ചേച്ചിയുടെ വാട്സാപ്പ് സ്റ്റാറ്റസ് കണ്ടതിൻ്റെ പുറത്തുണ്ടായ കോൺഫിഡൻസിലാണ് ഇന്ന് ഈ വീഡിയോ ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ജനിച്ച വഴി ഒരു 30% കോൺഫിഡൻസും കൊണ്ടാണ് ഞാനിങ്ങ് പോകുന്നത്. ബാക്കി ഒരു 50% എൻ്റെ ജീവിതത്തിൻ്റെ വഴിത്താരയിൽ ഞാൻ കഷ്ടപ്പെട്ട് നേടിയെടുത്തതാണ്. 100 പൂർത്തിയാണെങ്കിൽ ഇനിയുണ്ടല്ലോ 30. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് ഈ യൂട്യൂബ് ചാനൽ. അപ്പം നിങ്ങൾ കരുതും യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ കോൺഫിഡൻസ് ഉണ്ടാകുമെന്ന്. അതായത് രമണ, ഞാൻ ഉദ്ദേശിച്ചതല്ല. ഈ യൂട്യൂബ് എന്ന് പറയുന്നത് തന്നെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമാണല്ലോ. ഇവിടെ വന്ന് നമ്മളായിട്ട് സംസാരിച്ചും നമ്മുടെ ജീവിതം നമ്മുടേതായിട്ട് കാണിച്ച് ഈ ഫീൽഡിൽ പിടിച്ച് നിൽക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ കോൺഫിഡൻസ് വേണ്ടേ? ഒരു 3 വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. PSC പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് PSC കണ്ടൻസ് ഇടാനും അതിൻ്റെ അപ്ഡേറ്റ്സ് ഇടാനും ഒക്കെ വേണ്ടി തുടങ്ങിയൊരു ചാനലാണെങ്കിലും PSC തലയ്ക്ക് പിടിച്ച് സൈക്കോ ലെവൽ പഠിത്തമായപ്പോൾ നമുക്ക് യൂട്യൂബും വേണ്ട, കണ്ടൻറ്റും വേണ്ട, വ്യൂസും വേണ്ട, ഒന്നും വേണ്ട എന്നുള്ളൊരവസ്ഥയിലായിരുന്നു. തോന്നുന്ന കണ്ടൻറ്റ് തോന്നിയ പോലെ ഇടുന്നൊരു തോന്നിവാസ ജീവിതമായിരുന്നു അന്ന് എനിക്ക്. പക്ഷേ PSC പഠിച്ചു തുടങ്ങി അന്ന് തന്നെ ഞാൻ മനസ്സിൽ ഉറപ്പിച്ച കാര്യമായിരുന്നു, എന്ന് ഞാനൊരു ലിസ്റ്റിൽ വരുന്നോ അന്ന് ഞാൻ പഠിത്തം സ്റ്റോപ്പ് ചെയ്യുമെന്നുള്ളത്. അങ്ങനെ 8 മാസങ്ങൾക്ക് മുൻപ് സക്സസ്ഫുള്ളായിട്ട് ഞാനൊരു ലിസ്റ്റിൽ വന്നു. അതോടുകൂടി ഞാൻ എൻ്റെ PSC പഠനവും നിർത്തി. പക്ഷെ നമുക്ക് ഈ PSC എന്ന് പറയുന്നത് ഒരു ലൂപ്പാണ്. അതിനകത്തേക്ക് കയറാനും പുറത്തേക്ക് വരാനും കുറച്ച് സമയം ആവശ്യമാണ്. അങ്ങനെ ലിസ്റ്റ് വന്ന് കുറച്ച് സമയം കൂടെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ എൻ്റെ പഠിത്തം കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്തത്. പക്ഷേ ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അന്നൊരു ലക്ഷ്യം ഉണ്ടായിരുന്നു, ഒരു ഫോക്കസ് ഉണ്ടായിരുന്നു, നമ്മുടെ ഡെയിലി ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു കാരണം ഉണ്ടായിരുന്നു. ഇന്ന് എനിക്ക് അതില്ല, ഒരു ലക്ഷ്യമില്ല, ഫോക്കസ് ഇല്ല. കർത്താവ് പറഞ്ഞ പോലെ സന്ധ്യയായി പ്രഭാതമായി 1-ാം ദിവസം. അതാണ് ഇപ്പോഴത്തെ എൻ്റെ ഒരു അവസ്ഥ. രാവിലെ എണീക്കുന്നുണ്ട്, വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, മക്കളുടെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, കുക്ക് ചെയ്യുന്നുണ്ട്, ഫുഡ് കഴിക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ പോകുന്നു. പക്ഷേ എനിക്ക് വേണ്ടി എന്ന് പറഞ്ഞൊരു കാര്യം ഞാൻ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് വല്ലാത്തൊരു ശൂന്യതയുണ്ട്. അതിൽ നിന്നൊക്കെ മറികടക്കാൻ വേണ്ടിയിട്ടാണ് യൂട്യൂബ് ചാനൽ ഒന്ന് ആക്റ്റീവാക്കി എടുക്കാമെന്ന് കരുതിയത്. പക്ഷേ ഇവിടെ എത്തിയപ്പം കോൺഫിഡൻസ് എന്ന് പറയുന്നൊരു സാധനം വളരെ പ്രധാനമായിരുന്നു. കാരണം നമ്മളൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിന്ന് നമ്മൾ വീഡിയോ എടുത്ത്, വീഡിയോ റെക്കോർഡ് ചെയ്ത്, വോയിസ് ഓവർ കൊടുത്ത് അതൊന്ന് റിലീസ് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ചധികം കോൺഫിഡൻസ് വേണ്ട ഒരു സംഗതിയായിട്ടാണ് എനിക്ക് തോന്നിയത്. എൻ്റെ മുമ്പുള്ള വോയിസ് ഓവർ വീഡിയോസ് നിങ്ങൾ എടുത്ത് നോക്കിയാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും. അതിനകത്ത് കാണിച്ചിരിക്കുന്ന ഐഡിയാസ്, ജീവിതം, കോണ്ടൻറ്റ് ഒക്കെ എൻ്റെ ആണെങ്കിലും ഞാൻ അതിൽ കൊടുത്തേക്കുന്ന വോയിസ് മോഡുലേഷന് കുറച്ച് ഡിഫറൻസ് ഉണ്ട്. യൂട്യൂബിൽ പല വീഡിയോസ് കണ്ട് ഞാൻ കൺഫ്യൂസ്ഡാണ്. തമാശ വേണോ, സാഹിത്യം വേണോ, സ്പീഡ് കൂട്ടണോ, സ്പീഡ് കുറയ്ക്കണോ, എങ്ങനെ ചെയ്യണം എന്നറിയാതെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി കുറച്ച് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്ത് വെച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു ഞാനായിട്ട് തന്നെ ചെയ്യാമെന്ന്. ശരിക്കുള്ള ഞാൻ എവിടെയോ ജീവിച്ചിരിപ്പുണ്ട് എന്ന് പറയുന്ന പോലെ ശരിക്കുള്ള ഞാൻ ഇതാണ്. ഈ ഞാനാണ് ഞാൻ, മറ്റേ ഞാനല്ല. അപ്പോൾ പറഞ്ഞു വന്നത്, ഇനി കുറച്ച് നാളത്തേക്ക് ഇവിടെ വീഡിയോസൊക്കെ ആയിട്ട് ഞാനുണ്ടാവും. വെക്കേഷൻ തുടങ്ങുമല്ലേ, വെക്കേഷൻ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം.